ഇന്ന് നമ്മൾ കാണുന്ന ആളുകൾ പലരും സാലിഹീങ്ങളുടെ വേഷം കെട്ടി, സാലിഹീങ്ങളുടെ രൂപം കാണിച്ച് അവരെപ്പോലെയാണ് ഞാനും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അങ്ങനെ ചിന്തിക്കുന്ന പലരും ആലിമീങ്ങളെ കുറ്റം പറയുന്നവരും ചീത്ത വിളിക്കുന്നവരും സെയ്തന്മാരെ നിന്ദിക്കുന്നവരും മുതഅല്ലിമീങ്ങളെ നിന്ദിക്കുന്നവരും ദീനീ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവരുമായി നമ്മൾ കാണുന്നുണ്ട്. അതിലൊരിക്കലും ഒറ്റ മുസ്ലിമീങ്ങളും പെട്ടുപോകാൻ പാടില്ല. നിങ്ങളുടെ തൊട്ടടുത്താണ് വാഴക്കാട് എന്ന് പറയുന്ന പ്രദേശം. ആ വാഴക്കാട് പ്രദേശത്ത് ഇന്നും നമുക്ക് പോയാൽ ഒരു വലിയ സ്ഥാപനം കാണാം. അത് ദാറുൽ ഉലൂം എന്നാണ് അതിൻ്റെ പേര്. സുബ്ഹാനല്ലാഹ്, വൈജ്ഞാനിക രാജ്യം എന്നല്ലേ അതിൻ്റെ അർത്ഥം? എന്തേ അതങ്ങനെ തന്നെ സ്ഥാപിച്ചതായിരുന്നു. ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ് അവർകൾ അവിടെ ഓതിപ്പടിച്ച പണ്ഡിതനാണ്. ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവർകൾ അവിടെ ദർസ് നടത്തിയ പണ്ഡിതനാണ്. അതേപോലെ താജുൽ ഉലമ അവിടെ ഓതിപ്പടിച്ച പണ്ഡിതനാണ്. താജുൽ ഉലമയെ അനുസ്മരിക്കുന്ന ഒരു വേദിയല്ലേ നമ്മുടേത്. പക്ഷേ ആ സ്ഥാപനം ഇന്ന് നമ്മുടെ കൈവശത്തിലുണ്ടോ? ഇല്ലല്ലോ. അത് ബിദ്അത്തുകാർ കൊണ്ടുപോയില്ലേ. എന്താണ് കാരണം? കാരണം അന്ന് നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന ശക്തിപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് അത് ബിദ്അത്തിന്റെ ആളുകൾ തട്ടിക്കൊണ്ടുപോയി. നമുക്കറിയാം സുഹൃത്തുക്കളെ, ധാരാളം ആളുകൾ നമ്മുടെ രാജ്യത്ത് ബംഗാളികൾ വരുന്നു, ബീഹാരികൾ വരുന്നു, പല നാടുകളിൽ നിന്നും പലരും വരുന്നു. അവരുടെ പേര് ചോദിച്ചു നോക്കൂ നിങ്ങൾ. അവരുടെ പേരെത്ര സുന്ദരമായ പേര്! ഹബീബുർ റഹ്മാൻ, അതേ സദഖത്തുള്ള, അങ്ങനെ തുടങ്ങിയിട്ട് നല്ല പേരാണ്. പക്ഷേ നിങ്ങളവരെ ഒന്ന് പള്ളിയിലേക്ക് ജുമയ്ക്ക് വിളിച്ചാൽ അവർക്ക് ജുമ നിസ്കരിക്കാൻ പലർക്കും അറിയില്ല. അവർക്ക് ഫാത്തിഹ അറിയില്ല, wudu എടുക്കാൻ അറിയില്ല, കുളിക്കാൻ അറിയില്ല, ഖുർആൻ ഓതാൻ അറിയില്ല, നിസ്കാരത്തിന്റെ ശർത്തും ഫർളും പലതും അറിയില്ല. സുബ്ഹാനല്ലാഹ്, നമ്മുടെ അനുഭവമല്ലേ അത്? എന്തേ അവരങ്ങനെ ആയിപ്പോയത്? അവര് അനാഥകളായി പോയി. ഏറ്റവും വലിയ അനാഥയാരാണ്? അറിവ് കിട്ടാത്തവരാണല്ലോ. അറിവ് കിട്ടാത്ത അനാഥകളായി പോയി. എന്തേ അങ്ങനെ സംഭവിച്ചത്? അങ്ങനെ സംഭവിച്ചതിൻ്റെ കാരണം അവരുടെ രാജ്യത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയും പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരും നമ്മുടെ കേരളത്തിലുള്ളതുപോലെ ഉണ്ടായില്ല. അതേ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായില്ല, മദ്രസ സിലബസും പഠനവും ഉണ്ടായില്ല, ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന രീതി ഉണ്ടായില്ല. എന്തേ കാരണം? സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവിടെ കേരളത്തിലുള്ളതുപോലെ സുശക്തമായ പ്രവർത്തനം അതാ സംഘടനയിലൂടെ നടത്തിയില്ല. പണ്ഡിതന്മാരില്ലാഞ്ഞിട്ടാണെന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോ മൂലയിലിരുന്ന് സ്വന്തത്തിൽ ചിലതൊക്കെ പഠിപ്പിക്കാൻ നോക്കി. ഒരു കൃത്യമായ രീതിയും രൂപവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തെ എത്രയോ കോടിക്കണക്കിന് മുസ്ലിമീ ിരുന്ന് സ്വന്തത്തിൽ ചിലതൊക്കെ പഠിപ്പിക്കാൻ നോക്കി. ഒരു കൃത്യമായ രീതിയും രൂപവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തെ എത്രയോ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ നിസ്കാരമറിയില്ല, wudu അറിയില്ല, ഖുർആൻ ഓതാൻ പോലും അറിയില്ല. ഇത് നമ്മൾ നമ്മുടെ അതിഥി തൊഴിലാളികളിൽ നിന്ന് കണ്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പണ്ഡിത സഭയും നമ്മുടെ ഉലമാക്കളും സംഘടിച്ച് പ്രവർത്തിച്ചതിൻ്റെ നന്മയും ഗുണവും കേരളീയ ജനങ്ങൾ നന്നായി ആസ്വദിക്കുകയാണ്.